വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ, അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് 0% പണിക്കൂലി. അതുല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വളാഞ്ചേരി റോഡ്, കൊപ്പം. ഓടമല ഷെയ്ഖ് ഫരീദ് ഔലിയ ദഅവ കോളേജ് വാർഷിക 2ാം സന്നദ്ധാന സമ്മേളനം സമാപിച്ചു. സമാപന സമ്മേളനം കോളേജ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ഓടമല ഷെയ്ഖ് ഫരീദ് ഔലിയ ദഅവ കോളേജ് വാർഷിക 2ാം സന്നദ്ധാന സമ്മേളനം സമാപിച്ചു. സന്നദ്ധാന സമാപന സമ്മേളനം കോളേജ് പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. പണ്ഡിതന്മാർക്ക് അതിലൂടെ അവരെല്ലാം ഉന്നത വിദ്യാഭ്യാസത്തിനും അതോടൊപ്പം മറ്റ് പ്രവർത്തനങ്ങൾക്കുമെല്ലാം വേണ്ടി കാലം അവരെ നിയോഗിക്കുകയാണ്. കാലത്തിന്റെ വെളിച്ചമായിട്ടാണ് പാണ്ഡിത്യത്തെ ശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ കാലത്തിന്റെ നിയോഗമാണ് ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം നേടുവാൻ കഴിയുക എന്ന് പ്രത്യേകിച്ച് അള്ളാഹുവിന്റെ പ്രകാശമായ നൂർ സമാവാതി വൽ അർദ്, ആകാശഭൂമിയുടെ പ്രകാശത്തിലേക്ക് നയിക്കുന്ന ജ്ഞാനം. ആ ജ്ഞാനത്തിലൂടെ മുന്നേറി അവര് പാണ്ഡിത്യത്തിന്റെ മഹാഗോപുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ കാലത്തിന്റെ ദൗത്യം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഓരോ കാലത്തും അത് ആവശ്യവുമാണല്ലോ. അതിന്റെ പരിശുദ്ധ നൂറിനെ സമൂഹത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ തന്നെ നിയോഗമാണ്. ഒരു സമൂഹവും ആ പരിചയപ്പെടുത്തലിന് വിധേയമാകാതെ കടന്നുപോയിട്ടില്ല എന്ന് പരിശുദ്ധ ഞാൻ പറയുന്നുണ്ട്. പണ്ഡിതന്മാർ കാലോചിതമായ പ്രബോധനത്തിന് നേതൃത്വം നൽകണമെന്ന് തങ്ങൾ പറഞ്ഞു. പഠനം പൂർത്തിയാക്കിയ 56 യുവ പണ്ഡിതർക്കുള്ള ഫരീദി സന്നദ്ധാനവും തങ്ങൾ നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഫവാസ് ഹുദവി അധ്യക്ഷനായി. സമസ്ത കേരള ജമിയത്തുൽ ഉലമ കേന്ദ്ര മുഷാവറ അംഗം ഡോക്ടർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി സന്നദ്ധാന പ്രഭാഷണം നടത്തി. ജലീൽ റഹ്മാനി വാണിയന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി. സയ്യിദ് ഹബീബുള്ള തങ്ങൾ, സയ്യിദ് ബാപ്പുട്ടി തങ്ങൾ, മുദ്രിസ് ഷെരീഫ്, ഫൈസി കാരക്കാട്, മഹല്ല് പ്രസിഡന്റ് CK മുഹമ്മദ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഉച്ചയ്ക്ക് നടന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനും സ്ഥാനവസ്ത്ര വിതരണത്തിനും ദാറുൽ ഹുദ വൈസ് ചാൻസലർ ബഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി നേതൃത്വം നൽകി. നാഫി ഉദവി തിരൂർ മുഖ്യാതിഥിയായി.